കൊണ്ട് 4000-ഓളം കുട്ടികളാണ്, ഇത് കുട്ടികളാണ് നമ്മളുടെ കേരളത്തിൽ നിന്ന് മിസ്സായിട്ടുള്ളത്. ആർക്കെങ്കിലും ശബ്ദമുയർത്താൻ ധൈര്യമുണ്ടോ? ആ ശബ്ദമുയർത്തുന്നവന് എന്തിന് നീ ശബ്ദമുയർത്തുന്നു ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് എന്താണുള്ളത്? നീ 4000-ഓളം കുട്ടികൾ, പല ആളുകളുടെയും അമ്മമാരും അച്ഛന്മാരും ഇന്ന് കണ്ണീരൊഴുക്കി രാത്രി ഉറക്കം കിട്ടാത്ത രീതിയിൽ കിടന്നുറങ്ങുക. ആ സമയത്ത് ഒരാൾ ശബ്ദമുയർത്തി വരുമ്പോൾ നിങ്ങൾ എന്തിന് ചോദിക്കാൻ വരുന്നു എന്ന് ചോദിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം എവിടുന്നാണ് നിങ്ങൾക്ക് വരുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ധർമ്മസ്ഥലയില് ഒരുപാട് കുഞ്ഞുങ്ങള് കൊല ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്നും ആളുകളെയും കാണാതായിട്ടുണ്ട്. നിരന്തരമായിട്ട് മനാഫ്കന്റെ കൂടെയുള്ള ആളുകളും നമ്മളെ പോലെയുള്ള കുറെ യൂട്യൂബർമാരും ചോദിക്കുന്നു. പക്ഷേ ആരും ഒന്നും പറയുന്നില്ല. ആർക്കും ഈ വിഷയത്തിനോട് താല്പര്യവുമില്ല. തുടക്കത്തിൽ 1,00,000 വ്യൂ വന്ന വീഡിയോക്ക് ഇപ്പോ 10,000-കണക്കിന് വ്യൂ ഉണ്ടെങ്കിൽ തന്നെ വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് വേണ്ടത് മറ്റുള്ള കുറച്ച് കാര്യങ്ങളാണെന്നുള്ളതാ. ഇനി ആരൊക്കെ കാണാനില്ല എങ്കിലും ഞാനിത് പറയുക തന്നെ ചെയ്യും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക.